നരേന്ദ്രമോദിയുടെ അടുത്തിടെ സമാപിച്ച ചരിത്രപരമായ 5 രാജ്യങ്ങളുടെ സന്ദർശനം ഇന്ത്യയുടെ നയതന്ത്ര രംഗത്ത് പുതിയൊരു അധ്യായമാണ് തുറന്നിരിക്കുന്നത്. വെറുമൊരു രാഷ്ട്രീയ സാമ്പത്തിക ചർച്ചകൾക്കപ്പുറം ഇന്ത്യയുടെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകവും വൈവിധ്യമാർന്ന കലകളും ലോകവേദിയിൽ വിളിച്ചോതാനുള്ള വലിയൊരു അവസരമായി ഈ സന്ദർശനം മാറി. വിവിധ രാജ്യങ്ങളിലെ ഭരണത്തലവന്മാരുമായി നടത്തിയ കൂടിക്കാഴ്ചകളിൽ ഇന്ത്യയുടെ തനത് ഉൽപ്പന്നങ്ങളും കരകൗശല വസ്തുക്കളും സമ്മാനമായി നൽകിക്കൊണ്ട് നയതന്ത്ര ബന്ധങ്ങൾക്ക് തികച്ചും ഹൃദ്യമായൊരു ഭാരതീയ സ്പർശം നൽകാൻ പ്രധാനമന്ത്രിക്ക് കഴിഞ്ഞു. ഭാരതത്തിന്റെ സാംസ്കാരിക പൈതൃകം ആഗോളതലത്തിൽ ബ്രാൻഡ് ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് ഓരോ നേതാവിനുമുള്ള സമ്മാനങ്ങൾ പ്രധാനമന്ത്രി വ്യക്തിപരമായി തന്നെ തിരഞ്ഞെടുത്തത്. ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭൗമസൂചിക പദവി ലഭിച്ച കാർഷിക ഉൽപ്പന്നങ്ങൾ, പരമ്പരാഗത വസ്ത്രങ്ങൾ, അതിസങ്കീർണമായ നിർമ്മാണ ശൈലിയിലുള്ള കരകൗശല വസ്തുക്കൾ എന്നിവയാണ് ഈ സമ്മാന പട്ടികയിൽ പ്രധാനമായും ഇടം പിടിച്ചത്. പ്രാദേശിക കലാകാരന്മാരുടെയും നെയ്ത്തുകാരുടെയും കർഷകരുടെയും കഴിവുകളെ ആഗോളതലത്തിൽ പരിചയപ്പെടുത്താനും ഇതിലൂടെ കഴിഞ്ഞു. ഭൗമസൂചിക പദവി ലഭിച്ച കാർഷിക ഉൽപ്പന്നങ്ങൾ ലോക നേതാക്കൾക്ക് സമ്മാനിച്ചതിലൂടെ ഇന്ത്യയുടെ കാർഷിക സമൃദ്ധിയും വൈവിധ്യവുമാണ് പ്രധാനമന്ത്രി ഉയർത്തിക്കാട്ടിയത്. ഇന്ത്യയുടെ വിവിധ കോണുകളിൽ മാത്രം വിളയുന്ന അപൂർവവും ഗുണമേന്മയേറിയതുമായ ചായപ്പൊടികൾ, സുഗന്ധവ്യഞ്ജനങ്ങൾ, കുങ്കുമപ്പൂവ് തുടങ്ങിയവ നയതന്ത്ര സമ്മാനങ്ങളായി മാറി. ഈ ഉൽപ്പന്നങ്ങളുടെ സവിശേഷതകളും അവയുടെ ചരിത്രപരമായ പ്രാധാന്യവും ലോക നേതാക്കൾക്ക് മുന്നിൽ വിവരിക്കാൻ പ്രധാനമന്ത്രി ഈ അവസരം വിനിയോഗിച്ചു. ഇന്ത്യയുടെ അതിപുരാതനമായ നെയ്ത്തു പാരമ്പര്യം വിളിച്ചോതുന്ന പരമ്പരാഗത വസ്ത്രങ്ങളായിരുന്നു സമ്മാനങ്ങളിലെ മറ്റൊരു പ്രധാന ആകർഷണം. നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള തറിയറിവുകൾ ഉപയോഗിച്ച് നെയ്തെടുത്ത പട്ടുവസ്ത്രങ്ങളും കശ്മീരി ഷോളുകളും ഖാദി ഉൽപ്പന്നങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. ഓരോ നൂലിലും ഇന്ത്യയുടെ വൈവിധ്യവും നെയ്ത്തുകാരുടെ കഠിനാധ്വാനവും അടങ്ങിയ ഈ വസ്ത്രങ്ങൾ സമ്മാനമായി ലഭിച്ച വിദേശ നേതാക്കളിൽ വലിയ അത്ഭുതമാണ് ഉണ്ടായത്. വസ്ത്രങ്ങൾക്കും കാർഷിക ഉൽപ്പന്നങ്ങൾക്കും പുറമെ ഭാരതീയ ശില്പകലയുടെയും ലോഹ സംസ്കരണത്തിന്റെയും മകുടോദാഹരണങ്ങളായ കരകൗശല വസ്തുക്കളും പ്രധാനമന്ത്രി ലോക നേതാക്കൾക്ക് കൈമാറി. മരം, വെള്ളി, വെങ്കലം തുടങ്ങിയവയിൽ തീർത്ത അതിസങ്കീർണമായ കൊത്തുപണികളുള്ള രൂപങ്ങളും ഭാരതീയ പുരാണങ്ങളിലെയും ചരിത്രത്തിലെയും സന്ദർഭങ്ങൾ ഉൾക്കൊള്ളുന്ന കലാസൃഷ്ടികളും ഇതിലുണ്ടായിരുന്നു. പൂർണ്ണമായും കൈകളാൽ നിർമ്മിച്ച ഇത്തരം വസ്തുക്കൾ ഇന്ത്യയുടെ സമ്പന്നമായ കലാചരിത്രത്തിന്റെ നേർക്കാഴ്ചകളായി. ഓരോ രാജ്യത്തിന്റെ താല്പര്യങ്ങളും അവിടുത്തെ നേതാക്കളുടെ അഭിരുചികളും സൂക്ഷ്മമായി മനസ്സിലാക്കിക്കൊണ്ടാണ് പ്രധാനമന്ത്രി സമ്മാനങ്ങൾ നൽകിയത്. ഭാരതവുമായുള്ള ആ രാജ്യങ്ങളുടെ ചരിത്രപരമായ ബന്ധങ്ങളെ ഓർമ്മിപ്പിക്കുന്ന ഘടകങ്ങൾ ഈ സമ്മാനങ്ങളിൽ അടങ്ങിയിരുന്നു. ഈ നയതന്ത്ര തന്ത്രം ഉഭയകക്ഷി ചർച്ചകളുടെ അന്തരീക്ഷം കൂടുതൽ ഊഷ്മളമാക്കാൻ സഹായിച്ചു. പ്രധാനമന്ത്രിയുടെ ഈ നീക്കം കേവലം സമ്മാനങ്ങൾ നൽകുന്നതിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല, മറിച്ച് ഇന്ത്യയുടെ സോഫ്റ്റ് പവർ വിദേശ രാജ്യങ്ങളിൽ ശക്തമാക്കുന്നതിനുള്ള വലിയൊരു തന്ത്രമാണ്. സൈനികവും സാമ്പത്തികവുമായ മേധാവിത്വത്തിനപ്പുറം ഒരു രാജ്യത്തിന്റെ സംസ്കാരവും കലയും വഴി മറ്റു രാജ്യങ്ങളുടെ ബഹുമാനവും സൗഹൃദവും നേടിയെടുക്കുന്ന രീതിയാണിത്. ലോക നേതാക്കൾക്ക് നൽകിയ ഈ സമ്മാനങ്ങൾ വഴി ഇന്ത്യൻ സംസ്കാരത്തിന്റെ മഹത്വം ആഗോളതലത്തിൽ വീണ്ടും ചർച്ചയായി. ഇന്ത്യയിലെ ഉൾഗ്രാമങ്ങളിലെ സാധാരണക്കാരായ കലാകാരന്മാർക്ക് വലിയൊരു ആഗോള വിപണി തുറന്നു കൊടുക്കാനും ഈ സന്ദർശനം കാരണമായി. പ്രധാനമന്ത്രി ലോക നേതാക്കൾക്ക് സമ്മാനിച്ചതോടെ ഈ ഉൽപ്പന്നങ്ങൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുകയും അതുവഴി ഇത്തരം പരമ്പരാഗത കലകൾക്കും ഉൽപ്പന്നങ്ങൾക്കും ആഗോളതലത്തിൽ വലിയ ഡിമാൻഡ് ഉണ്ടാകാൻ സാധ്യതയേറുകയും ചെയ്തു. ഇത് ഇന്ത്യയുടെ ആഭ്യന്തര വിപണിക്ക്, പ്രത്യേകിച്ച് ചെറുകിട വ്യവസായ മേഖലയ്ക്ക് വലിയൊരു ഉത്തേജനമാകും. മേക്ക് ഇൻ ഇന്ത്യ, വോക്കൽ ഫോർ ലോക്കൽ തുടങ്ങിയ രാജ്യാന്തര ക്യാമ്പയിനുകളുടെ ശക്തമായ പ്രതിഫലനമായിരുന്നു പ്രധാനമന്ത്രിയുടെ ഈ സമ്മാന പട്ടിക. വിദേശ ഉൽപ്പന്നങ്ങൾക്ക് പകരം 100 നാണയവും ഭാരതീയമായ പ്രാദേശികമായി ഉൽപ്പാദിപ്പിച്ച വസ്തുക്കൾ അന്താരാഷ്ട്ര വേദികളിൽ അഭിമാനത്തോടെ അവതരിപ്പിക്കാൻ കഴിഞ്ഞത് ഇന്ത്യയുടെ ആത്മവിശ്വാസത്തിന്റെ പ്രതീകമാണ്. ഇത് രാജ്യത്തെ പ്രാദേശിക ഉൽപ്പാദകർക്ക് വലിയ തോതിലുള്ള ആത്മവിശ്വാസം നൽകും. സന്ദർശനം നടത്തിയ 5 രാജ്യങ്ങളിലെയും ഭരണാധികാരികൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഈ സമ്മാനങ്ങളെ ഹൃദയപൂർവ്വമാണ് സ്വീകരിച്ചത്. യന്ത്രസഹായമില്ലാതെ മനുഷ്യന്റെ കൈവിരലിൽ വിരിഞ്ഞ കലാസൃഷ്ടികളുടെ ഭംഗിയെയും ഭാരതീയ ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരത്തെയും അവർ അഭിനന്ദിച്ചു. പല നേതാക്കളും ഈ സമ്മാനങ്ങൾ തങ്ങളുടെ ഔദ്യോഗിക വസതികളിലും മ്യൂസിയങ്ങളിലും പ്രത്യേകമായി സൂക്ഷിക്കുമെന്ന് വ്യക്തമാക്കുകയുണ്ടായി.
നയതന്ത്ര ലോകത്ത് ഇത്തരം സമ്മാന കൈമാറ്റങ്ങൾക്ക് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൗഹൃദത്തിന്റെ ആഴമളക്കാനുള്ള ഒരു മാനദണ്ഡമായി പലപ്പോഴും ഇത്തരം സന്ദർഭങ്ങൾ വിലയിരുത്തപ്പെടാറുണ്ട്. സാധാരണ ഔദ്യോഗിക സമ്മാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഓരോ സമ്മാനത്തിനു പിന്നിലും ഒരു കഥയും സംസ്കാരവും ഉണ്ടായിരുന്നു എന്നത് നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിന്റെ സവിശേഷതയായിരുന്നു. 5 രാജ്യങ്ങളുടെ ഈ സന്ദർശനം ഇന്ത്യയുടെ സാമ്പത്തിക പ്രതിരോധ മേഖലകളിൽ വലിയ ചർച്ചകൾക്ക് വഴി തുറന്നതിനൊപ്പം തന്നെ സാംസ്കാരിക കൈമാറ്റത്തിലും പുതിയൊരു വഴിത്തിരിവായി. ഭാരതത്തിന്റെ വിവിധ പ്രദേശങ്ങളിലെ സംസ്കാരം ഒരൊറ്റ വേദിയിൽ ലോകത്തിനു മുന്നിൽ എത്തിക്കാൻ ഈ സമ്മാനങ്ങളിലൂടെ പ്രധാനമന്ത്രിക്ക് കഴിഞ്ഞു. വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളുടെ തനത് നെയ്ത്തുകൾ മുതൽ തെക്കേ ഇന്ത്യയിലെ പരമ്പരാഗത കലകൾ വരെ ഈ പട്ടികയിൽ ഇടം പിടിച്ചിരുന്നു. ലോകം മുഴുവൻ ഒരു ആഗോള ഗ്രാമമായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ സ്വന്തം ഐഡന്റിറ്റിയും സംസ്കാരവും മുറുകെ പിടിച്ചുകൊണ്ട് മുന്നേറാൻ ഇന്ത്യക്ക് കഴിയുന്നുണ്ടെന്ന സന്ദേശമാണ് ഈ സന്ദർശനം നൽകുന്നത്. ആധുനിക സാങ്കേതിക വിദ്യകളിൽ മുന്നേറുമ്പോഴും തങ്ങളുടെ പാരമ്പര്യത്തെ ഇന്ത്യ എത്രത്തോളം വിലമതിക്കുന്നുവെന്ന് ഈ സമ്മാനങ്ങൾ കാണിച്ചു തരും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചരിത്രപരമായ 5 രാജ്യങ്ങളുടെ സന്ദർശനം ഇന്ത്യൻ സംസ്കാരത്തിന്റെ ആഗോള വിജയ വിളംബരം കൂടിയായി മാറി. ഭൗമസൂചിക ഉൽപ്പന്നങ്ങളും പരമ്പരാഗത വസ്ത്രങ്ങളും കരകൗശല വസ്തുക്കളും ലോക നേതാക്കളുടെ കൈകളിൽ എത്തിയപ്പോൾ അത് കേവലം സമ്മാനങ്ങൾ എന്നതിനപ്പുറം ഇന്ത്യയുടെ ആത്മാവും പെരുമയുമായി മാറി. ഈ സാംസ്കാരിക നയതന്ത്രം വരും നാളുകളിൽ വിദേശ രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ സൗഹൃദത്തിന് കൂടുതൽ കരുത്തു പകരുമെന്നതിൽ സംശയമില്ല.